ഹലോ ഗൈസ്, എല്ലാവർക്കും കുഞ്ഞാപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞാപ്പിക്ക് നല്ല പനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവനേറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കുഞ്ഞാപ്പി ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേ പൗഡർ ഇടുകയാണ്. എൻ്റെ മോന് സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ചീർപ്പേറ്റും തലയൊക്കെ ചീന്തുകയാണ്. നല്ല പനിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ ട്രൗസറൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മമ്മ ദാ അവിടെ ഒരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അച്ചച്ചൻ ഒരുങ്ങി. ആ ലൈറ്റ് കാണുന്ന വരെ ഞങ്ങൾക്ക് ഒരു വരമ്പ് നടന്നു പോകാണ്ട് അവിടെയാണ് ഓട്ടോ നിർത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണേ. മോൻ ജനിച്ചത് മുതൽ സുഖപുരം ഹോസ്പിറ്റലിലാണ് കാണിക്കാറ്. ശ്രേയ മാഡമാണ് ഇവനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയത് മുതൽ സുഖപുരം ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അരുണേട്ടനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ എനിക്ക് പോകാൻ തോന്നണില്ല. അതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് മോനെയും കാണിക്കാൻ പോകാറില്ല. അവിടെ പോയാൽ വല്ലാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പോകാറില്ല. പിന്നെ ഇവിടെ ഒരു കുമ്പിടിയിലൊരു ക്ലിനിക്കുണ്ട്. അവിടെ ശ്രേയ മാഡം വന്നിരിക്കലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ മോനെ കാണിക്കാറ്. പക്ഷേ ഇന്ന് ശ്രേയ മാഡം ഒഴിവാണ്. അപ്പോൾ ശ്രേയ മാഡം ലീവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ്. കുമ്പിടിയിലുള്ള ഒരു ക്ലിനിക്കിലേക്കാട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ ക്ലിനിക്കിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ 8 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സിസ്റ്റർ അവൻ്റെ പൾസും പിന്നെ ടെമ്പറേച്ചറൊക്കെ നോക്കുകയാണ്. നല്ല സ്വഭാവമുള്ള സിസ്റ്റർമാരാട്ടോ ഇവിടെ ഉള്ളവരൊക്കെ. അങ്ങനെ മോൻ്റെ വെയിറ്റ് നോക്കുകയാണ്. വെയിറ്റ് നോക്കാൻ അവൻ കയറി നിന്ന്, പക്ഷെ അധികം നിൽക്കണില്ല. അപ്പോൾ പിന്നെ വെയിറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നപ്പോൾ അവനെ പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല കടുത്ത പനിയാണ്, ഗുളിക വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക വെച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവൻ്റെ പനി കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. 7:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 9:45 എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. പിന്നെ അച്ഛൻ ഓട്ടോയ്ക്ക് പൈസ ഒക്കെ കൊടുക്കുകയാണ്. ഒരുപാട് നേരം ഓട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്തു. നല്ലൊരു സ്നേഹമുള്ളൊരു ഇക്കയാണ്. ആ കാണണ വരമ്പത്തിൽ കൂടെ ആയിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞാപ്പി വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അച്ചച്ചൻ വന്ന് വാതിൽ തുറന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.